ഇന്ന് ഇച്ചിരി നേരത്തെയാണ് വന്നത്. പള്ളിയിലൊന്ന് പോകണം. പിന്നെ റെഡി ആവട്ടെ, പോയിട്ട് വരാം കേട്ടോ. വാ പോയി വെള്ളം കുടിച്ചിട്ട് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ഫോൺ നമ്പർ ഇല്ലേ? ഏത് ഫോൺ നമ്പറിൽ ആദ്യം ലോഗിൻ ചെയ്തേക്കുന്നേ? 85 അല്ലേ? സാംസങ്. പള്ളിയിൽ പോയിട്ട് വന്നു. എന്തൊരു ചൂടാ! അയ്യോ, ഒരാളോട് ഞാൻ പറഞ്ഞു കുമ്പസാരിക്കണോന്ന്. കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ പോയത്. അവിടെ ചെന്ന് ഞാൻ കുമ്പസാരിച്ചു. നേരത്തെ ഒരു ഉത്സവം പ്രാപിച്ച് അങ്ങ് രക്ഷപ്പെട്ടു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പാവമൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു പാപം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പോയി കുമ്പസാരിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു ഒത്തിരി കുമ്പസാരിക്കും. പിന്നെ പോയി എന്തോ പാവം പറഞ്ഞെന്ന് എനിക്കത് എന്തോ കൊടും പാവം പറഞ്ഞു. ഇല്ല, അച്ഛൻ കുറച്ചു നേരം നിശബ്ദനായിട്ടാണ് ഇരിക്കുന്നേ കണ്ടിട്ട്. അപ്പൊ നമ്മള് പള്ളിയിൽ പോയി വന്ന് ഒരു ചായയും ഒരു ഉള്ളിവട വാങ്ങിച്ചിട്ട് എനിക്ക് കഴിക്കാൻ വയ്യ. എന്നിട്ട് പകുതിയെ കഴിച്ചു. പകുതി കഴിക്കാൻ നമുക്ക് ആളുള്ളതുകൊണ്ട് ടേസ്റ്റ് ആയില്ല. പിന്നെ ഞാൻ മീൻ എടുക്കുന്നില്ല, എന്റെ പ്രിയങ്ങളെ, മീൻ എടുത്തില്ല. ഞാൻ അതെടുത്ത് വെളിയിൽ വെക്കണം, ഫ്രീസറിൽ എടുത്ത് വെളിയിൽ വെക്കണം എന്ന് വിചാരിച്ചു മറന്നു. ഇനിയിപ്പോൾ അതെടുത്ത് വെച്ച് അതിന്റെ തണുപ്പൊക്കെ മാറി കറി വെച്ച് വെക്കുമ്പോഴത്തേക്ക് 10 മണിയാകും. അത് ഞാൻ എടുക്കുന്നില്ല. നാളെ ഞായറാഴ്ചയില്ല, നാളെ എടുക്കണം. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ചോറ് ഇരിപ്പുണ്ട്. ഞാനൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കി. മുളക് ചമ്മന്തി ഉണ്ടാക്കി എനിക്കത് ചോറുണ്ണണം. സൂപ്പറാ. ഇവർക്ക് വേറെ എന്തോ വേണം. ഇവരെ അവർ സൊമാറ്റോ തക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട സൊമാറ്റോയിൽ നിന്ന്. എനിക്കിങ്ങനെ ചോറും മുളക് ചമ്മന്തിയും കറി. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പാലിലേക്ക് ക്ലിയർ ആവത്തില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു പറയണം. എന്തോ അതിൽ ലോഗിൻ ചെയ്യട്ടെ, കാരണം അപ്പം ഭയങ്കര വില കൂടുതലായിരുന്നു. ആ ഫോണിൽ എടുക്ക. ആ ഫോണിൽ ആ നമ്പർ ഉണ്ടോ? ആ ഫോണിൽ ആ നമ്പർ അല്ലയോ കിടക്കുന്നത്? അത് എഴുതെടുക്കും. അവിടെ പോയി അല്ലല്ല, അതിനകത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് സൊമാറ്റോ ഇല്ല. അതിനകത്ത് സൊമാറ്റോ ഇല്ല. ഈ ഫോണിൽ സൊമാറ്റോ ഇല്ല. അല്ല, സൊമാറ്റോ വേണ്ട. അമ്മയുടെ ഫോണിനകത്ത്
ഒക്കത്തില്ല. അവർക്ക് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തോ എൻ്റെ നമ്മുടെ വീട് പൊളിച്ച കാര്യവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് കുറേ കമൻ്റൊക്കെ ഇട്ടേ. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻ്റൊക്കെ ഞാൻ വായിക്കാം. വളരെ കാര്യമായിട്ട് വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ എന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. എനിക്ക് ചൂടെടുത്തോണ്ട് ഞാൻ ഇവിടോട്ട് വന്നിരുന്നു കേട്ടോ, ഭയങ്കര ചൂടെടുക്കുന്നു. അപ്പം ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിക്കാതെ എടുക്കട്ടെ. എന്നിട്ട് ആദ്യം ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, എനിക്ക് സ്വന്തമായി വീട് സ്ഥലവുമില്ല, ഇന്നെങ്കിൽ നാളെ ദൈവം ഒരുക്കി തരുമെന്ന വിശ്വാസത്തിലിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാവട്ടെ, എത്രയും പെട്ടെന്ന് വീടുണ്ടാവട്ടെ കേട്ടോ. വീടില്ലാതെ വാടക വീടുകളിലൊക്കെ താമസിക്കുന്നതിൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു ഇതില്ല. പക്ഷേ അതൊന്നും നമുക്ക് ഈ വാടക വീടുകാർ വാടകയ്ക്ക് നമ്മൾ താമസിക്കുന്നു എന്നുള്ള വേർതിരിവൊന്നുമില്ലാത്ത കുറേ ആൾക്കാരുടെ കൂട്ടത്തിലാണ് നമ്മൾ താമസിച്ചത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വിഷമമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ പ്രായമായി നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ ശരിക്കും വാടകക്കാരാണ് എന്നുള്ള രീതിയിൽ ഒരു ഇതില്ലേ, ഒരു പുച്ഛമുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചപ്പം മനസ്സിലായിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമിയെങ്കിലും സ്വന്തമായിട്ട് ഒരു ചെറ്റക്കുടിലെങ്കിലും ഉള്ളത് തന്നെയാണ് നല്ലതെന്ന് കേട്ടോ. എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം സഫലമാവട്ടെ. പിന്നെ ലത, തന്ന് സഹായിക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ, അത് മാത്രം മതി കേട്ടോ. എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് മാത്രമേ എനിക്ക് ധൈര്യം പകരാൻ പറ്റൂ. അടുത്ത മെസ്സേജ് വായിക്കാമേ. പ്രമീള മോഹനൻ്റെ, പ്രമീള ചേച്ചി കേട്ടോ. അമ്മക്കളി വിഷമിക്കാതെ ധൈര്യമായി മുന്നിട്ടിറങ്ങും, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിലപ്പുറമായി വന്നു ചേർന്നോളും. സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാകും, എത്രയും പെട്ടെന്ന് എല്ലാം ഭംഗിയായി തീരട്ടെ. 250K ആയതിലും വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ആള് ജയാനിലാണ്. അമ്മക്കളെ വിഷമിക്കേണ്ട കേട്ടോ, വീടെന്ന സ്വപ്നം നടക്കും, ഈശ്വരനെല്ലാം നടത്തി തരും ദൈവമേ. പിന്നെ സീമ അത്രയും മതി, ബാക്കി ഞാൻ വായിച്ച ശരിയാവത്തില്ല. എല്ലാറ്റിലും ദൈവം കൂടെ ഉണ്ടാകും, എത്രയും പെട്ടെന്ന് വീട് പണി പൂർത്തിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ ദൈവം സഹായിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ. അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് പ്രാർത്ഥനകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പേ മാറിയത് നന്നായി, എല്ലാം ശരിയാവും. അടുത്ത മഴയെന്ന് പറഞ്ഞാൽ ആ മഴയ്ക്കോട് ഇത് വീണത് തന്നെ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും, അത് മാത്രമല്ല പഞ്ചായത്തിൽ നിന്നുള്ളത് ഈ മാർച്ചിന് മുമ്പേ തറ കെട്ടി കാണിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ അതും പോക്കാം. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് ചാടിയിരിക്കുന്നത്. പിന്നെ രമ്യ KP, നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ഞാനൊക്കെ എന്ത് ഭാഗ്യവതിയാണ്. ദൈവമേ, എല്ലാ മക്കളെ വിഷമിക്കലേ, സ്വന്തം വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഉണ്ട്, അതിനൊരു സമയമുണ്ട്. എത്ര കോടീശ്വരനായാലും ചിലർക്ക് സാധിക്കില്ല. ഒന്നുമില്ലാതെ ദിവസക്കൂലി ചെയ്ത് ജീവിക്കുന്നവർ വീടുണ്ടാക്കുന്നു. പിന്നെ കരകാണ കടൽ നീന്തി വന്ന അമ്മക്കളിലേക്ക് അത് സാധ്യമാകും. ഉറപ്പ്, ധൈര്യമായി മുന്നോട്ട് പോകും, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എവിടെ പോവാ? പുള്ളിക്ക് വഴി അറിയത്തില്ല. ഗൂഗിൾ മാപ്പിലെ പുള്ളിക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുത്തു, എന്നിട്ടും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. ഗൂഗിൾ മാപ്പിനകത്ത് ഈ റോഡില്ല, പക്ഷെ വഴിയുണ്ട്. ഈ റോഡ് അത്ര നല്ല റോഡായതുകൊണ്ട് ഗൂഗിൾ മാപ്പിനകത്ത് പോലും ഇല്ല. ഇയാളെ ഇപ്പൊ ഉണ്ടോ? ബസ് സ്റ്റോപ്പ് കണ്ട അറിയത്തില്ലയോ? അവിടെ കണ്ടോ? അന്ന് ഇതുപോലെ ആയിരുന്നു. അന്ന് ആ പയ്യനെ കുഴിക്കാത്ത കണ്ട് വീണു. ഈ റോഡ് ഇത്ര മെച്ചപ്പെട്ട റോഡും ഇങ്ങനെ കുറെ പറയണം. ചെല്ലേ. പിന്നെ വീട് കണ്ടിട്ട് പേടി തോന്നി. അവർ ഓർഡർ ചെയ്ത സാധനം കൊണ്ട് സൊമാറ്റോയുടെ പോയി അവിടെ കണ്ടു വന്ന് ഇപ്പോൾ ഉണ്ട്. റോഡ് ഗൂഗിൾ മാപ്പിനകത്ത് ഞങ്ങളുടെ റോഡില്ല. ഞാനിത് ഓർഡർ ചെയ്തിട്ട് അതുപോലെ ആ ഒരു പയ്യനായിരുന്നു, ഒരു കുഞ്ഞു പയ്യനെ, അത് റോഡ് നോക്കി നോക്കി വന്ന് ആ കുഴിക്കകത്ത് വീണ്. പിന്നെ ആരൊക്കെയോ ചെന്ന് അതിനെ രക്ഷപ്പെടുത്തി കേട്ടോ, കുഴിക്കകത്തുനിന്ന്. അത്ര നല്ല റോഡാണ് ഞങ്ങളുടെ റോഡ്. പിന്നെ പ്രീതി ഗിരിജ, വീട് കണ്ടിട്ട് പേടി തോന്നി, കുഞ്ഞുങ്ങൾ കിടന്ന മുറിയൊക്കെ നല്ല ഒരു വീട് കിട്ടട്ടെ. ശരിയാട്ടോ, അവർ കിടന്ന മുറി അത്രയും ഇതായത് നമ്മൾ അലമാരിയൊക്കെ മാറ്റിയപ്പോഴാണ് കണ്ടത്. വീട് പണി വേഗം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗിരിജ PR, വീട് കണ്ടിട്ട് പേടിയായി പോയല്ലോ മോളെ, കുട്ടികളെയും കൊണ്ട് അവിടെ താമസിച്ചത് വളരെ റിസ്ക് തന്നെയായിരുന്നല്ലോ, എന്തായാലും വീട് മാറിയത് നന്നായി. അമ്മയാണ് കേട്ടോ, അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും, അത് മതി കേട്ടോ. പിന്നെ ഒരുപാട് പേര് അങ്ങനെ പ്രാർത്ഥനകൾ അറിയിച്ചിട്ടുണ്ട്, വീട് പണി പെട്ടെന്ന് തീരാനുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ
മറീന ജോമി അക്കൗണ്ട് ഡീറ്റെയിൽ ഇട്ടാൽ സാധിക്കുന്ന പോലെ ആരെങ്കിലും സഹായിക്കുമല്ലോ. അത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ എങ്ങനെ നിർത്തേണ്ടി വരുന്നു അവിടെ വെച്ച് നിർത്തും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എത്രയും പെട്ടെന്ന് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ, ഉറപ്പായും നടക്കും ചേച്ചി. അങ്ങനെ കുറേ ആൾക്കാർ നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം. ഞാൻ എല്ലാ കമൻറ്റിനും ലൈക്കൊക്കെ അടിച്ചു പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ വായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ. പിന്നെ രവി ടി കെ, കുക്കു അമ്മ, ജാനിക്കുട്ടി, കുഞ്ഞോനെ, വീട് പണി പെട്ടെന്ന് നടക്കട്ടെ, എത്രയും വേഗം പുതിയ വീട്ടിൽ താമസിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മരുമക്കൾ ലൈഫിൽ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, ഏതാണ്ട് കഴിയാറായി. നമുക്ക് കയറി താമസിക്കാൻ പറ്റിയ വിധത്തിൽ തൽക്കാലം ശരിയായാൽ മതിയല്ലോ. അത്രയെങ്കിലും മതി കേട്ടോ, അത്രയും മതി. ബിന്ദു ചേച്ചിയാണേ, ബിന്ദു ചേച്ചി കോഴിക്കോട്ട് വന്നു. പിന്നെ 250K ആയതിന് കൺഗ്രാജുലേഷൻസ് അറിയിച്ചിട്ടുണ്ട്. വീട് വേഗം റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ധന്യ കേട്ടോ. പിന്നെ ചിത്ര പ്രദീപ്, എല്ലാം ശരിയാവും, ബി പോസിറ്റീവ്. പിന്നെ റെജിലേഖ എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായില്ല. മക്കളി ഒന്നും തോന്നരുത്, ലോ കോസ്റ്റ് ഹൗസ് ചെയ്യട, നല്ല വീടുകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, കടം വാങ്ങാതെ അങ്ങനെ നോക്കിക്കൂടെ, എന്നെങ്കിലും കാശുണ്ടാകുമ്പോൾ നന്നാക്കി എടുക്കാമല്ലോ. കടം വാങ്ങി വെച്ചാൽ അതിൽ കിടന്നാൽ ഉറക്കം വരില്ലടാ. അത് ശരിയാട്ടോ, കടം വാങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പഞ്ചായത്തിൽ നിന്ന് തരുന്ന 400 സ്ക്വയർ ഫീറ്റ് നമ്മൾ പണിഞ്ഞ് കാണിക്കണം. 400 സ്ക്വയർ ഫീറ്റ് പണിഞ്ഞ് നമുക്ക് അത്യാവശ്യം എന്താണ് വൈറ്റ് വാഷ് വരെ ചെയ്തെടുക്കുന്നതിന് സ്ക്വയർ ഫീറ്റ് കണക്കിനുള്ള റേറ്റാണ് അവർ ഈ പറയുന്നത്. അതിനകത്ത് പ്ലംബിങ്ങും വയറിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം പറയുന്നുണ്ട്. അതിന് റേറ്റൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം അവർ നമുക്ക് ചെയ്ത് തരുമ്പോൾ അവർക്ക് ഇനി കൂടുതലാണ് വാങ്ങിക്കുന്നത്, കുറവാണ് മേടിക്കുന്നത് എന്നൊക്കെ, ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അത്ര തന്നെ ഒരു എമൗണ്ട് അത്രയെങ്കിലും കയ്യിൽ വേണം. അത് അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ കടം മേടിക്കാനും ഉണ്ടാക്കാനും നമ്മൾ എന്ത് കണ്ടിട്ടാണോ, ഒരാളുടെ ജോലിയുടെ ബലത്തിലിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഒരാളുടെ വരുമാനമുള്ള ഒരു വീട്ടിൽ നമ്മൾ എത്ര കണ്ട് ഒരാൾക്ക് ഭാരം വെച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അതിനപ്പുറം ഒന്നുമില്ല. അതിൽ തീരുന്നതേ നമ്മൾ ചെയ്യത്തുള്ളൂ, അല്ലാതെ നമ്മൾ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീടിന് നമ്മുടെ വസ്തു എന്ന് പറയുന്നത് 12 സെൻറ്റ് സ്ഥലമാണ്, പക്ഷേ വസ്തുവിന് വീതി കുറവാണ്. അത് വലിയൊരു പ്രശ്നമായിരുന്നു. നമ്മൾ വീട് പൊളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. വീട് പൊളിച്ച് കഴിഞ്ഞപ്പം റോഡിൽ നിന്ന് 3 മീറ്റർ തള്ളണം, പുതിയ വീടൊക്കെ വെക്കുന്നതിന്. നമ്മുടെ പഞ്ചായത്ത് റോഡല്ലേ, അപ്പോൾ 3 മീറ്റർ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2 മുറി ഹാളുമായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ പഞ്ചായത്തിൽ പോയി നമ്മുടെ അവസ്ഥയൊക്കെ പറഞ്ഞ് പിന്നെ അതിനകത്ത് ചെറിയൊരളവ് ചെയ്ത് തന്നതിന് ശേഷമാണ് നമ്മൾ വാനം എടുത്തിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഓരോ തലവേദനയാട്ടോ. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഓരോ തടസ്സങ്ങൾ വന്ന് നമ്മളെ അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം ദൈവം മാറ്റിത്തരും എന്നുള്ള പ്രതീക്ഷയോടെ ഇനി ഇതെല്ലാം ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിഷ, കോപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ കിട്ടുമല്ലോ. പിന്നെ യാതാ ഗൾഫിൽ ഗൾഫിലെ പ്രൂഫ് കൊടുക്കണ്ടാലോ. സൊസൈറ്റി പോലെയുള്ള ബാങ്ക് അല്ലെങ്കിൽ TMT ബാങ്ക് 9.5 ഇൻട്രസ്റ്റ്, അത് നോക്കൂ. TMT ബാങ്കിൽ നമ്മൾ പോയിട്ടില്ല, പക്ഷേ ഈ സൊസൈറ്റി ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ്. TMT ബാങ്കിൽ നമ്മൾ ലോണിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. ബാക്കിയുള്ള ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കുകളിലാണ് നമ്മൾ ചോദിച്ചത്. ഓണെല്ലാം പവർ ഓഫ് അറ്റോണി ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ അവർ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടില്ല. പവർ ഓഫ് അറ്റോണിക്ക് അപ്പുറം വേറെ ഒരു പ്രൂഫും അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ജാനിക്കുട്ടിയുടെ അനിയത്തിക്ക് എന്താ പറ്റിയെന്നൊന്ന് പറയാം. അതൊരാൾ ചോദിച്ചിട്ടുണ്ട്, ലക്ഷ്മി നായർ. അത് ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണിക്കുഞ്ഞിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണിക്കുഞ്ഞിന് ലിവർ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അതായത് ബൈലറി ആർട്ടേഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. കുഞ്ഞിൻ്റെ ലിവറിൻ്റെ നമ്മൾ ലിവറിൽ നിന്ന് ഫ്ലൂയിഡ് പോകുന്ന 2 കുഴലുകളുണ്ടല്ലോ, ആ കുഴലുകൾ കുഞ്ഞിന് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ലിവറിലുള്ള ഫ്ലൂയിഡെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കും, അത് ബ്ലഡിൽ കലരും. അങ്ങനെയാണ് കുഞ്ഞിൻ്റെ കണ്ണിന് മഞ്ഞ നിറം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു അസുഖമായിരുന്നു. അപ്പോൾ ലിവർ മാറ്റി വയ്ക്കുക, സർജറി ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു നമ്മളിത് അറിയുന്നത്. അങ്ങനെ അത് നമുക്ക് അവളെ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ശ്രീചിത്ര SATയിലായിരുന്നു അവളുടെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒരാൾ പറഞ്ഞു,
ഹരികാംബോജിയോ അങ്ങനെ കണ്ടാട്ടോ ഒരു അക്കൗണ്ട്. ചേച്ചി നിങ്ങളെന്നും വീഡിയോ ഇടുന്നത് ഈ വീട്ടിൽ നിന്നല്ലല്ലോ, അപ്പോൾ ആ വീട് ആരുടേതാണ്? ഞാൻ വീഡിയോ ഇടുന്നത് ഞാനും എൻ്റെ മക്കളും താമസിക്കുന്ന വീടാണ് കേട്ടോ. അതായത് ഞങ്ങൾ വെച്ച വീടാണ്, ഞാനും അവരുടെ പപ്പയും ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വെച്ച വീടാണ്. അത് പൊളിച്ച് കളഞ്ഞതും ഇപ്പോൾ വെക്കുന്നതും ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടുള്ള വീടാണ്. അമ്മയൊക്കെ താമസിക്കുന്ന വീടാണ് കേട്ടോ, അടുത്തടുത്താണ്. പിന്നെ ചേച്ചി അക്കൗണ്ട് ഡീറ്റെയിൽസ് വയ്ക്കുക, എല്ലാവരും പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു. ജിൻസിയുടെ ഈ വീട് സ്വന്തമല്ലേ? അവരെ കുറച്ച് നാൾ കൂടെ താമസിപ്പിക്കണമല്ലോ, അല്ല സൗകര്യമുള്ള വീടാണല്ലോ ജിൻസിയുടെ. പിന്നെ അപ്പം അതിന് മറുപടി കുറേ പേര് അനുധാര പറഞ്ഞിട്ടുണ്ട്. യെസ്, കുക്കുവിനും പിള്ളേരും കുക്കുവിൻ്റെ വീട്ടിൽ നിൽക്കട്ടെ, അങ്ങനെ ആകുമ്പോൾ കുക്കുവിന് ജോലിക്ക് പോകാമല്ലോ, ആ സാലറി കൊണ്ട് പിള്ളേരുടെ കാര്യവും എങ്കിലും നടക്കുമല്ലോ, അമ്മ ജിൻസി ചേച്ചിയുടെ കൂടെ നിൽക്കട്ടെ. പിന്നെ ഒരു വിധു ബാബു എഴുതിയിട്ടുണ്ട്, ചേച്ചി ജോലിക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാകില്ലേ വീട്ടിൽ? ഇടയ്ക്ക് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു, അതുകൊണ്ടാവും അങ്ങനെ നിൽക്കാത്തത്. ശരിക്കും ഞാൻ എല്ലാ കാര്യവും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങൾ വീഡിയോ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിൻ്റെ കാര്യം ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ താമസിക്കുന്നു, ഞങ്ങളുടെ വീടാണ്, പക്ഷേ ഞങ്ങളല്ലാതെ വേറൊരാൾ ഇവിടോട്ട് വരണം. അതിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ആങ്ങളെയാണെങ്കിലും കുക്കുവാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങോട്ട് വന്ന് താമസിക്കാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് ഞാൻ മാത്രമല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം ഇപ്പം നമ്മൾ വീഡിയോയിൽ ഓപ്പണായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകുവാണ്. ഇതിനകത്ത് നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് അത് വലുതാക്കി വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുടെ പുറകെ പോയാൽ എനിക്ക് അലച്ചിലും മാനസിക പ്രയാസവും അധികമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും മറ്റൊരു പ്രയാസം കൂടെ വലിച്ചു വയ്ക്കാൻ വയ്യ. അപ്പോൾ എൻ്റേത് മാത്രമായി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ ഒരു പക്ഷേ. പിന്നെ ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഈ ഒരു മുറി, അതിന് പിന്നെ ഈ കിടക്കുന്ന 2 മുറി ബെഡ്റൂം, അതായത് ഒന്ന് മുത്ത് കിടക്കുന്ന മുറി, ഒന്ന് ഞാനും മോനുകുട്ടനും കിടക്കുന്ന റൂം, അങ്ങനെയാണ് നമ്മുടെ വീട്. പിന്നെ അടുക്കള. അപ്പോൾ ഇതിനകത്ത് 2 ബെഡാണുള്ളത്. അപ്പോൾ ഇവർ 3 പേര് വരുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ താഴെ കിടക്കണം. അമ്മയ്ക്ക് താഴെ കിടക്കാൻ, അമ്മയോട് താഴെ കിടക്കാൻ പറയാൻ പറ്റൂ. എനിക്കാണെങ്കിൽ താഴെ കിടക്കുക എന്ന് പറയുന്നത് ഒട്ടും പറ്റാത്ത കാര്യമാണ്. അതെൻ്റെ വയ്യാഴിക കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എവിടെ വേണേലും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എനിക്ക് വയ്യാഴിക കൊണ്ട് താഴെ ഒന്ന് ഇരുന്നാൽ പോലും, ഇപ്പം ഇവിടെ ഇരിക്കുന്നല്ലേ, ഒരു മേശ പോലത്തെ ഒരു സാധനം, അതിൽ ഇരിക്കുന്നില്ല, ഇവിടുന്ന് എഴുന്നേക്കണേലും എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം വയ്യാത്തവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കട്ടിലെ പോയി താഴെ കിടക്കാൻ പറയാൻ പറ്റത്തില്ല. പിന്നെ മുത്ത് ഇവിടെ ഇല്ലാത്തപ്പോൾ അമ്മ വരുമ്പോൾ അമ്മയും മോനുകുട്ടനോട് ആ മുറിയിലായിരുന്നു കിടക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ വരുമ്പോഴാണെങ്കിൽ താഴെ കിടത്താൻ പറ്റുമോ? അപ്പോൾ നമുക്ക് കാണുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിർത്തിയേനെ. പക്ഷെ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് അമ്മ ഇവിടെ നിൽക്കുക, കുക്കു അങ്ങോട്ട് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. അതൊക്കെ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്നും ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല, കുക്കു അവിടെയും കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. അതും ചെറിയ വീടാണ്, അത് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതല്ല. ചെറിയ 2 മുറികളും കയറി വരുന്ന ഒരു മുറി, അടുക്കള പോലും ശരിയാക്കിയിട്ടില്ല അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഈ സാധനങ്ങളൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിലും സാധനങ്ങൾ കൊണ്ട് സൂക്ഷിക്കാനുള്ള ഇതില്ല. ഡൈനിങ് ടേബിള്, 2-3 അലമാര, കസേരകൾ, പിന്നെ അങ്ങനെ കുറേ വീട്ടു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രങ്ങൾ, ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ട് വെച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യമില്ല. ടാർപ്പ കിട്ടി അവിടെ എവിടെയെങ്കിലും വെക്കാമെന്നൊക്കെ വിചാരിച്ചു, അതൊക്കെ റിസ്ക് അല്ലേ. ഒന്നാമത് എപ്പോഴെങ്കിലും ഒരു മഴ പെയ്താൽ മൊത്തം കേടായിപ്പോവും. അതൊക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പം അങ്ങനെയുള്ള പല പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ആ ഒരു പ്ലാൻ നടക്കാതെ പോയത് കേട്ടോ. ഈ വീട് പൊളിഞ്ഞത് കൊണ്ടാണ് കുക്കു അങ്ങോട്ട് അവിടെ തന്നെ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മയ്ക്ക് വയ്യാതെ വന്നു. അമ്മയ്ക്ക് വയ്യാതെ വന്ന സമയത്ത് അമ്മയ്ക്ക് പകലൊക്കെ തന്നെ ആയതുകൊണ്ടാണ് കുക്കു ഇവിടെ മുഴുവൻ സമയം ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ച് വന്നത്. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പോലും അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് അവൾ ഇനി പോകുന്നത് കേട്ടോ. പിന്നെ പകൽ ഞാനിവിടെ ഇല്ല, രാത്രി മാത്രം അമ്മ ഇവിടെ വന്ന് കിടന്നാലും പകൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവിടെ ആരും ഇല്ല. അതുകൊണ്ടാണ് കുക്കു ജോലിക്ക് പോലും പോകാത്തത്. കുക്കുവിൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചത് ആങ്ങളെ പറഞ്ഞിട്ടാണ് ജോലിക്ക് പോകണ്ട, അമ്മയുടെ അടുക്ക പോയി നിൽക്കാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞോൻ എന്തെങ്കിലും ഒരു ഡേ കെയറിലോ വല്ലതും ആക്കുന്ന സമയത്ത്, അംഗൻവാടിയിൽ വിടുന്ന സമയത്ത് എവിടെയെങ്കിലും അത്യാവശ്യം അടുത്ത് എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുക്കു പോകും.
ആണ് തീരുമാനം. അതുവരെ ഇങ്ങനെ നിൽക്കട്ടെ എന്നാണ് പ്ലാൻ കേട്ടോ. രാഗിണി നമ്പ്യാർ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ്. മോളുടെ തീരുമാനം നല്ലത് തന്നെ. വീട് കാണുമ്പോൾ വീഡിയോയിൽ നല്ല വീടായി തോന്നിയിരുന്നു. മോളിപ്പോൾ ശരിക്കും കാണിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. എന്തായാലും വീട് പണി തുടങ്ങി പൂർത്തീകരിച്ച് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. കുഞ്ഞോനൊരു ഹായ് കൊടുക്കാൻ മറന്നു. കുഞ്ഞോനോട് പറഞ്ഞേക്കാം കേട്ടോ അമ്മേ. പിന്നെ ഷാൻഡി സേവിയർ ജിൻസി, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ. നെഗറ്റീവ് ഒന്നും തോന്നല്ലേ. അമ്മ ജിൻസിയുടെ കൂടെ താമസിച്ചാൽ റെൻറ്റ് പൈസ പണിക്ക് കൊടുക്കാമല്ലോ. ജിൻസിയുടെ വീട്ടിൽ അത്യാവശ്യം സൗകര്യമുണ്ടല്ലോ. നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, പുറത്തുനിന്ന് ഉള്ളവരല്ലല്ലോ. പുറത്തുനിന്ന് ഉള്ളവരല്ല, അതൊരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും വേർതിരിവോടെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ? മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം പബ്ലിക്കിൽ ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ദയവേത് മനസ്സിലാക്കുക. ഒരിക്കലും ഇതൊന്നും നെഗറ്റീവായിട്ട് നിങ്ങളും എടുക്കരുത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിനുള്ള മറുപടികൾ പറയുന്നത് കേട്ടോ. അപ്പം ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പബ്ലിക്കിൽ എല്ലാ കാര്യങ്ങളും, കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൽ വന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. കുറേയൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ എന്താ പറയുക, നമ്മുടേത് മാത്രമായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വീട് ഇത്രയും ഡാമേജ് ആയി കിടന്ന കാര്യമൊന്നും ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ആരോടും പങ്കുവച്ചിട്ടില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ പബ്ലിക്ക് അത് എടുക്കുന്ന രീതികളുണ്ട്. എല്ലാവരും നല്ല രീതിയിലൊന്നും എടുക്കത്തില്ല. ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ പലരും പല രീതിയിൽ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇപ്പം ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ചോദിക്കും. ഇതുവരെ അവിടെ ആയിരുന്നല്ലോ, ഇപ്പോൾ വാടക വീട്ടിലോട്ട് മാറിയത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആ വീഡിയോയിൽ കാണുന്ന ലൊക്കേഷനും വീടും ഒക്കെ മാറുമ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ അനിൽകുമാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ താമസിക്കുന്ന വീട് ആരുടേതാണ്? ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാട്ടോ. അതൊക്കെയാണ്. വീടെല്ലാം പെട്ടെന്ന് ശരിയാകും. അതെല്ലാം ആശംസകൾ, പ്രാർത്ഥനകൾ. പിന്നെ റെനി അനിൽ ചോദിച്ചിട്ടുണ്ട് ജിൻസി താമസിക്കുന്ന വീട് സ്വന്തമാണ്. സ്വന്തമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയത്തില്ല, പക്ഷെ ഞങ്ങൾ വെച്ച വീടാണ്. ഒന്നും എൻ്റെ സ്വന്തമല്ല കേട്ടോ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഈ 2 മക്കളും മാത്രമേ ഉള്ളൂ. അവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അവർ സ്വന്തമാണ് കേട്ടോ. ഈ വീട്ടിലാണ് അമ്മക്കളിൽ നിന്ന് വീഡിയോയിൽ ഇതല്ലല്ലോ, പ്ലീസ് എക്സ്പ്ലെയിൻ. ആ വീട്ടിലല്ലല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. നമ്മുടെ അമ്മയുടെ വീടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അമ്മയൊക്കെ താമസിക്കുന്ന വീടാണ് ഞാൻ കാണിച്ചത്. ഞാൻ ആ വീട് മേടിക്കുന്ന കഥ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ആ വീടും സ്ഥലവും കൂടിയാണ് വാങ്ങിച്ചത്. ആ സമയത്ത് ഞാനും അമ്മയും മുത്തും ആങ്ങളെയും കൂടിയാണ് അവിടെ താമസിച്ചത്. അവിടെ വന്നതിന് ശേഷമായിരുന്നു ആങ്ങളയുടെ കല്യാണം. അന്ന് ഞാനും മുത്തും അമ്മയുടെയൊക്കെ കൂടെ ആയിരുന്നു കേട്ടോ. അന്ന് കുറേ എന്താ പറയുന്നത്, ഒറ്റപ്പെട്ട ഒരു ജീവിതമൊക്കെ ആയിരുന്നു കുറച്ച് നാൾ. അപ്പം അമ്മയുടെ ആങ്ങളയുടെയും കൂടെ ആയിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുത്തു മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുക്കുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം കുറേയേറെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഞങ്ങൾ ഒരു വീട് റെൻറ്റിനെടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിച്ചു. ഞാനും അവരുടെ പപ്പയും മുത്തും കൂടി താമസിച്ചു. അതിനുശേഷം 3-4 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ മണിമുത്താണ് ഈ ഇരിക്കുന്നത്. ഈ മണിമുത്ത് വന്നതിന് ശേഷം 9ാമത്തെ മാസത്തിലാണ് നമുക്ക് അതിലും വലിയൊരു ലോട്ടറി അടിച്ചത്. അതോടെ ജീവിതം പോയി. കഴിക്കും, സമയം കാണിക്കുവാനെ കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ. എല്ലാ അനുഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ്, നമ്മളെ തിരുത്താനുള്ള ചില അവസരങ്ങളാണ്. ഞാൻ അത്രയും വിചാരിക്കുന്നത്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണിക്കുക. ഇത് മോനുകുട്ടൻ ഇന്ന് തയ്യാറാക്കിയതാണ് കേട്ടോ. ഈ പൂക്കളൊക്കെ കാണാൻ നല്ല രസമല്ലേ? ഇത് ഒരു വീടുണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. നല്ലതല്ലേ? നല്ല കമന്റ് ഇടണേ. ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ഇടണം കേട്ടോ. പിന്നെ ആരൊക്കെയോ GPay നമ്പർ തന്നാൽ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം അനുഗ്രഹം തരട്ടെ. എനിക്ക് ഇപ്പം അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും നിഷേധിക്കുകയോ പുച്ഛിക്കുകയോ അവഗണിക്കുകയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിങ്ങളുടെ നല്ല വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ
ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. നിങ്ങളിൽ പലരും എന്നെ അങ്ങനെ കണക്കാക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ ബെസ്റ്റ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ആ ഒരു വീഡിയോയ്ക്ക് താഴെ എൻ്റെ പ്രിയപ്പെട്ടവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം, സന്തോഷം കേട്ടോ. പിന്നെ നിങ്ങൾ പലരും നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്ലിയറൻസ് വേണമല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയറൻസ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കമൻറ്റുകൾ വായിച്ചതും അതിന് മറുപടി പറഞ്ഞതും കേട്ടോ. അപ്പം ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീട്ടിൽ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ആങ്ങളയ്ക്കും അവർക്ക് കൂക്കൂനും കുഞ്ഞുങ്ങൾക്കും പറ്റുമെങ്കിൽ മാമനും മാമിക്കും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പങ്ക്. പിന്നെ എന്താ പറയുന്നത്, പങ്കുവയ്ക്കാൻ ഇല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോലും എനിക്ക് വിഷമമാണ്. അത് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് എൻ്റെ കുടുംബം. പിന്നെ പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെടാൻ ഇനിയും വയ്യാത്തത് കൊണ്ട് എനിക്ക് എല്ലാവരും വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. തിരിച്ചെങ്ങനെ ഇങ്ങോട്ടൊന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നാളെ എനിക്കെന്തെങ്കിലും ഒരു പോരായ്മ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുമോ എന്നുള്ളതൊന്നും എനിക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എല്ലാവരെയും വേണം. ഞാനതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് കഴിക്കാം. മോൻകുട്ടന് വിശക്കുന്നത് കാരണം മന്തി വന്നു. മന്തിയുടെ മണം അടിച്ചപ്പോൾ തൊട്ട് എന്നെ വിളിക്കും കേട്ടോ. മക്കളെ പേരും അങ്ങനെ മോനെ പാത്രം എടുത്തോണ്ട് വന്നാ കഴിക്കാൻ വിളമ്പാം. മന്തി വന്നതിന്റെ സന്തോഷം. ഞാൻ തൈരൊക്കെ എടുത്ത്, തൈര് ഞാൻ വന്നപ്പോഴേ എടുത്ത് തണുപ്പ് മാറ്റി റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. 2 പേരുടെ വിളമ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ചോറുണ്ട്. ഡിസ്ക്രിപ്ഷൻ പറയാം. മാറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ചോറ് കൊള്ളാമോ. സ്പൂൺ കഴിക്കേണ്ടി മന്തി ചോറിപ്പോ താഴെ ദുഷ്ട. എന്തോനാ കോഴിവട്ട ഞാൻ മുളക് ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ. നാരങ്ങ മതി, ചുമന്ന നാരങ്ങ അച്ചാർ അത് മതി. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല. എനിക്ക് നാരങ്ങ അച്ചാർ, അതായത് ചുവന്ന നാരങ്ങ അച്ചാറും മുട്ട വറുത്തതും തൈരും മതി കേട്ടോ. ഇതേപോലെ വിശക്കുന്നേ മുട്ട വറുക്കാം. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇടും. ഒന്നുകൂടി ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്നുകൂടി ഇടും. അതോടെ നമ്മുടെ മുട്ട വറുപ്പ് റെഡി കേട്ടോ. ചോറ് വിളമ്പി, മുട്ട, നാരങ്ങ, ഞാൻ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നും എന്നോട് എല്ലാവരും മിക്കവരും എന്നോട് പറയാറുണ്ട് അച്ചാറിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് കേട്ടോ. പക്ഷേ എനിക്ക് വല്ലപ്പോഴും ഇങ്ങനെ അച്ചാർ കൂട്ടണം. ഇത് പക്ഷേ അമ്മ ഇട്ട് തന്ന അച്ചാറാണ്, വിനാഗിരി ഒന്നും ചേർത്തതല്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു ബലത്തിലാണ് ഞാൻ കഴിക്കുന്നത്. ഡെയിലി ഒന്നും ഞാൻ കഴിക്കാറില്ല, വല്ലപ്പോഴും ഇതുപോലെ ഒക്കെ തോന്നും അപ്പോൾ കഴിക്കും. ഞാൻ ഇച്ചിരി തൈരോട് ഒഴിക്കട്ടെ, മതി. ഇനി വേണമെങ്കിൽ പിന്നെ എടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കേട്ടോ. ഒരു കഴിക്കുന്നു, നമുക്കവിടെ പോയിരുന്ന് കഴിക്കാം. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക്
ഓരോരുത്തർക്കും മറുപടി തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിന്ന് കമൻറ്റൊക്കെ അത്യാവശ്യം എല്ലാം വായിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് സന്തോഷം അറിയിക്കുന്നു, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.